ഹായ് ഫ്രണ്ട്സ്, രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് വരാൻ നേരം ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് എന്ത് ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാമെന്ന് കരുതി പെട്ടെന്ന് തന്നെ ഇൻസ്റ്റൻ്റായിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പി നോക്കിയപ്പോഴാണ് നമ്മുടെ ഓട്സ് ദോശ ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഓട്സ് ദോശയാണ് കേട്ടോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ ആ വീഡിയോയും. പിന്നെ അതിന് ഞാൻ സലാഡ് വെച്ചിട്ടാണ് കേട്ടോ കഴിച്ചത്. പിന്നെ ഉച്ചയ്ക്ക് ചപ്പാത്തിയുടെ കൂടെ ഞാൻ വഴുതലങ്ങ, ചോറിനും ചപ്പാത്തിക്കൊക്കെ പറ്റിയൊരു വഴുതലങ്ങ മെഴുക്ക് വരട്ടാണ് കേട്ടോ. ആ ഒരു വീഡിയോയും കൂടെയാണ്. ഞാൻ വീട്ടിൽ വന്നതിന് ശേഷം ആദ്യം ഓട്സൊക്കെ എടുത്തു കേട്ടോ. ഒരു ബൗളിൽ, ചെറിയ ബൗള് ഓട്സ് എടുത്തു, പാകത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്ത് നോക്കി കേട്ടോ. അപ്പം വെള്ളം തീരെ കുറവാണ്. അപ്പം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് നമ്മളൊരു 10-15 മിനിറ്റ് അടച്ച് മാറ്റി വെച്ച് കൊടുക്കുക. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. കറക്റ്റ് പാകത്തിന് വെള്ളമൊക്കെ വറ്റി ഇങ്ങനെ ഈ പരുവത്തിലിരിക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ മിക്സി ജാറിലോട്ട് ഈ ഓട്സ് ഇട്ട് കൊടുക്കുക. നമുക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ, ഇത് അരച്ചെടുക്കാനായിട്ട് വെള്ളമൊന്നും ഒഴിക്കണ്ട. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ഓട്സ് നല്ല സോഫ്റ്റ് ദോശയാണ് കേട്ടോ. അപ്പം വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് ചുട്ടെടുക്കാനേ പറ്റത്തില്ല. അപ്പം വെള്ളം ഒഴിക്കേണ്ട ആവശ്യമേ ഇല്ല. കുറച്ച് ജീരകവും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു സവാളയുടെ പകുതിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഒരു തക്കാളി അതും കൂടി ആഡ് ചെയ്ത് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നല്ല ഹെൽത്തിയും ടേസ്റ്റുമാണ് കേട്ടോ. ഗോതമ്പ് ദോശയെക്കാളും ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാത്തവർ ഉറപ്പായിട്ടും ഒന്ന് മസ്റ്റ് ട്രൈ ഐറ്റമാണ് കേട്ടോ. ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ട് കുറച്ച് മുളക് പൊടി കേട്ടോ, കുറച്ച് മുളക് പൊടിയും പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് നല്ല പേസ്റ്റ് പരുവത്തിൽ നമുക്ക് പെട്ടെന്ന് തന്നെ അരഞ്ഞ് കിട്ടും കേട്ടോ. അപ്പം അരച്ചെടുത്ത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഒരു തുള്ളി വെള്ളം പ്രത്യേകം ശ്രദ്ധിക്കുക, ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ദോശ ഉണ്ടാക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുകൊണ്ട് ഈ തിക്നെസ്സോടെയാണ് നമ്മുടെ ബാറ്റർ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മല്ലിയിലയും കൂടി ആഡ് ചെയ്ത് എല്ലാം കൂടി നല്ല മിക്സ് ചെയ്ത് നമുക്ക് പാകത്തിന് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം ഇത് പിന്നെ മാവ് വച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. നല്ല ഒരുപാട് പരത്തേണ്ട ആവശ്യമില്ല. ചെറിയ ചെറിയ ദോശയായിട്ട് ചുട്ടെടുക്കണം കേട്ടോ. ഒത്തിരി പരത്തി കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ നമുക്ക് മറിച്ചെടുക്കാനൊന്നും പറ്റത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം വെള്ളം ഒഴിക്കാനും പാടില്ല, ഒത്തിരി പരത്താനും പാടില്ല. അപ്പം നമ്മുടെ സോഫ്റ്റ് ദോശ തയ്യാറായി കഴിഞ്ഞു. ഞാൻ ഇതിൻ്റെ കൂടെ സലാഡും ഉള്ളിയും പച്ചമുളകൊക്കെ കുറച്ച് ഉപ്പൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് അതാണ് കേട്ടോ കഴിച്ചത്. കറിയൊന്നും എടുത്തില്ല, കറിയുടെ ആവശ്യമേ ഇല്ല. നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ, വഴുതലങ്ങ മെഴുക്ക് വരട്ടിയാണ്. ഇത് ചോറിനും ചപ്പാത്തിക്കും ദോശയ്ക്കും പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. നാടൻ വഴുതലങ്ങ കിട്ടുന്നത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കൂടുതൽ നേരെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, മറന്നുപോയി. അപ്പോൾ ചെറിയ രീതിയിൽ കളർ മാറും. നമ്മളിപ്പം വഴുതലങ്ങ കട്ട് ചെയ്ത ഉടൻ തന്നെ നമുക്ക് വെള്ളത്തിൽ ഇടണമല്ലോ. അപ്പോൾ ചെറിയ രീതിയിൽ എനിക്ക് കളറൊന്ന് മാറിപ്പോയി. അപ്പം നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം ഒരു 10 അല്ലി ചെറിയ ഉള്ളി ഉണ്ടല്ലോ, 10 കഷ്ണം ചെറിയ ഉള്ളി വട്ടത്തിന് കട്ട് ചെയ്ത് അതുകൂടി ഇട്ട് ചെറിയ രീതിയിലൊന്ന് വശക്കി കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും കൂടി ഒന്ന് ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. പൊടി ഇഷ്ടമുള്ളവർക്ക് മുളക് പൊടി ആഡ്. ഞാൻ ഇതിലോട്ട് പച്ചമുളകാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. നല്ല രീതിയിലൊന്ന് വശക്കി കൊടുക്കുക കേട്ടോ. വഴുതല ഒന്നും അത്ര വേവിൻ്റെ ആവശ്യമില്ലല്ലോ, വളരെ സിമ്പിളുമാണ്, ഒരു വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഇതിലോട്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക, മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, കുറച്ച് പെരിഞ്ചീരകം ചതച്ചതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. നല്ലൊരു മണമാണ് കേട്ടോ. അപ്പം എല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഒത്തിരി വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ, ഇത്ര തന്നെ ധാരാളമാണേ. ആ ഉള്ളി ഒന്ന് വശങ്ങി വരുമ്പോൾ നമുക്കിതിലോട്ട് വഴുതല ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. വഴുതല ആഡ് ചെയ്ത് നമുക്ക് 3 മിനിറ്റൊക്കെ ഉള്ളൂ, പെട്ടെന്ന് തന്നെ തയ്യാറായി കഴിഞ്ഞു. ഞാനിതിൽ മെഴുക്ക് വരട്ടിയാണെന്നും പറഞ്ഞ് ഞാൻ എണ്ണ ഒത്തിരി ഒന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ, കുറച്ചേ ഉള്ളൂ. നമ്മൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെള്ളത്തിലാണല്ലോ വഴുതല ഇട്ടുന്നത്, അതിൽ നിന്ന് ഊറ്റിയെടുക്കുമ്പോൾ തന്നെ കുറച്ച് വെള്ളം അതിൽ നിന്ന് വരുന്നതാണ്. അപ്പം ഞാനിതിൽ ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ല. ചെറിയ രീതിയിൽ ആ കടുകൊന്ന് പൊട്ടാനായിട്ട് ഉള്ളി ചെറിയ രീതിയിൽ വാട്ടാൻ വേണ്ടി മാത്രമേ എണ്ണ ഒഴിച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് വശയ്ക്ക് വേറെ ഒന്നുമില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റായൊരു റെസിപ്പിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇറക്കാൻ നേരം നമുക്കിതിലോട്ട് ഒരു നാരങ്ങയുടെ നീര് കൂടെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതാണ് ഇതിൻ്റെ മെയിൻ ഐറ്റം.
നാരങ്ങ നീര് ഇല്ലെങ്കിൽ കുറച്ച് പുളി ഒഴിച്ചാലും മതി കേട്ടോ. ഞാനിത് ചപ്പാത്തിയുടെ കൂടെയാണ് കഴിച്ചത്. ഇത് മക്കൾക്ക് ചോറെടുത്തപ്പോൾ ഞാൻ ഇതിലോട്ട് ആ മെഴുക്കുവരട്ടി വന്ന് വീഡിയോ കാണിച്ചതേ ഉള്ളൂ. പിന്നെ ഞാനൊരു മസാല ഓംപ്ലേറ്റും കൂടി ഉണ്ടാക്കി കഴിച്ചായിരുന്നു. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനലിലൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നതാണ്. എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം. താങ്ക് യു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.